വേദപുസ്തകത്തിലെ വാക്തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്തത്വമാണ് ദീർഘായുസ്സോടെ നാം ജീവിച്ചിരിക്കുക എന്നുള്ളത്. ആയുസ്സിനോട് പോരാട്ടങ്ങളുള്ളവരുണ്ട്. ആയുസ് എത്തും മുമ്പ് ജീവനെ ഒടുക്കിക്കളയുന്ന ദുഷ്ടവ്യാപാരങ്ങൾ പോരാടുന്ന വ്യക്തികളുണ്ട്. നാം ദീർഘായുസ്സോട് ഇരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വാക്തത്വമാണ്. നല്ല വാർദ്ധക്യം വരെ നീ ജീവിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന വേദപുസ്തകത്തിലെ വചനം. എന്നാൽ നീ വാർദ്ധക്യത്തിലും പച്ചവെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കുമെന്ന് വേദപുസ്തകം നമുക്ക് ഉറപ്പ് തരുമ്പോൾ തന്നെ നിന്റെ ലൈഫിൽ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മേൽ നിനക്ക് ജയമുണ്ടെന്നാണ് ഇന്നത്തെ സന്ദേശം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. നിന്റെ ആയുസ്സിന്റെ മേലും നിനക്കൊരു വിജയമുണ്ട്. നിന്റെ അധ്വാന ഫലങ്ങൾ മേൽ ഒരു നന്മ നീ അനുഭവിക്കുകയും ചെയ്യും. രണ്ട് സന്ദേശങ്ങളാണ് കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്. ഒരിക്കലൊരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ച ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഒരു പ്രവാചകൻ അവന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നീ മരിക്കാൻ പോകുക, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൂ. അവൻ ദൈവത്തിന് വേണ്ടി ചെയ്തതെല്ലാം രാജകൊട്ടാരത്തിന്റെ ഭിത്തിയിൽ 1, 2, 3 എന്ന് എഴുതിയിട്ടിരിക്കുകയാണ്. അവൻ അതിനു നേരെ തിരിഞ്ഞ് ദൈവത്തോട് കരയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ ചെയ്തതെല്ലാം ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൂത് പറഞ്ഞ പ്രവാചകൻ നടുമുറ്റം ചെല്ലും മുമ്പ് ദൈവത്തിന്റെ ദൂത് തിരിച്ചു വന്നു. നീ ചെന്ന് പറ, അവന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടിയിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുക, എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ദീർഘായുസ്സോടെ ജീവിച്ചിരുന്ന നിന്റെ അധ്വാന ഫലങ്ങൾ അനുഭവിച്ച് ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള വക ദൈവം ഒരുക്കി തരാൻ പോകുകയാണ്. ആയുസ്സിനെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ, ദൈവം അനുവദിച്ച സമയത്തിന് മുമ്പ് പ്രാണനെ കൊയ്തെടുക്കുവാൻ നോക്കുന്ന ദുഷ്ടശക്തികൾ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ശൗമേന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, നിന്റെ ജീവനെ ഞാൻ എൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നു. നമുക്കൊന്നിച്ചു പറയാം, ഹല എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ഭൂമിയിൽ ദൈവം ജീവിക്കുവാൻ അനുവാദം തന്ന ആയുസ് വരെ ദീർഘായുസ്സോടെ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടട്ടെ, നിറവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ, അനുഗ്രഹത്താൽ അനുഗ്രഹമാക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. ഗോഡ് ബ്ലസ് യു.